ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 52. അതുല ശരഭോ ഭീമ സമയജ്ഞോ ഹവിർഹരി സർവലക്ഷണലക്ഷണ്യോ ലക്ഷ്മീവാൻ സമിതിജ്ഞയ. ഹരി ഹരി ഓം. 355 നാമം അതുലഹ. ആ പരമാത്മാവിനോട് തുലനം ചെയ്യാൻ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. ആകാശം പോലെ ആകാശം മാത്രമാണ്, സമുദ്രം പോലെ സമുദ്രം മാത്രം. ഇങ്ങനെ ആ പരമാത്മാവിന് തുല്യം പരമാത്മാവ് മാത്രം. അതാണ് അതുലഹ. 356 നാമം ശരഭഃ. ശീര്യത അഥവാ നശിക്കുന്നു. ശീര്യത എന്നാൽ നശിക്കുന്നു എന്നാണ്. അതിനാൽ ശരം എന്ന വാക്കുകൊണ്ട് ശരീരം എന്ന് അർത്ഥമാക്കുന്നു. നശിക്കുന്നത് കൊണ്ട് ശരീരം. ആ ശരീരത്തിൽ ജീവാത്മസ്വരൂപേണ ഭാസിക്കുന്നവൻ, പ്രകാശിക്കുന്നവൻ എന്നതിനാൽ ശരഭഃ. അപ്പോൾ ജീവാത്മസ്വരൂപത്തിൽ ഈ ശരീരത്തിൽ പ്രകാശിക്കുന്നവനാണ്. അതാണ് ശരഭഃ. 357 നാമം ഭീമഃ. ഭീഷണമായ ഒരു പ്രതീതിയെ ജനിപ്പിക്കുന്നു. ആർക്കാണ്? ദുഷ്ടന്മാർക്ക്. ദുഷ്ടന്മാരായ ആളുകൾക്ക് ഭഗവാനെ കുറിച്ചുള്ള ചിന്ത പോലും അവരെ ഭയപ്പെടുത്തുന്നു എന്നാണ്. നമുക്കറിയാം, ശ്രീകൃഷ്ണ അവതാരത്തിൽ കംസൻ ആ ഒരു അശരീരി കേട്ടതിന് ശേഷം, 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കുമെന്നുള്ള ആ ഒരു അശരീരി കേട്ടതിന് ശേഷം പേടിച്ച് ഒരു ദിവസം പോലും ശരിക്കും ഉറങ്ങിയിട്ടില്ല എന്നാണ്. അങ്ങനെ ഉറങ്ങാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഭാഗവത കഥകളിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ശത്രുക്കൾ ഇവനെ പേടിക്കുന്നു. അതുകൊണ്ട് ഭീമഃ. 358 നാമം സമയജ്ഞ. ഏത് സമയത്ത് ഇവിടെ സൃഷ്ടി നടത്തണം, എത്ര കാലം ഇതിനെ പരിപാലിക്കണം, എപ്പോഴാണ് ഇതിനെ സംഹരിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് അറിയുന്നവൻ ഭഗവാൻ മാത്രമാണ്. അപ്പോൾ എത്ര കാലം ഇതൊക്കെ ഉണ്ടാകണം എന്ന് അറിയാവുന്നവനാണ് ജ്ഞഃ എന്നാൽ അറിയുന്നവൻ. സമയത്തെക്കുറിച്ച്, കാലത്തെക്കുറിച്ച് അറിയുന്നവൻ എന്ന അർത്ഥത്തിൽ സമയജ്ഞ. 359 നാമം ഹവിർഹരി. ഒരു യജ്ഞം ചെയ്യുമ്പോൾ അവിടെ ഹവിസ്സായിട്ട് അർപ്പിക്കുന്നതിനെയൊക്കെ ആഹരിക്കുന്നവനാണ്, ഹരിക്കുന്നവനാണ്, സ്വീകരിക്കുന്നവൻ. അതാണ് ഹവിർഹരിഹി. ഭഗവാൻ തന്നെ യജ്ഞസ്വരൂപനാണ്. ആ യജ്ഞത്തിൽ ഹവിസ്സായിട്ട് അർപ്പിക്കുന്നത് മുഴുവൻ സ്വീകരിക്കുന്നതും ഭഗവാനാണ്. അതാണ് ഹവിർഹരിഹി. 360 നാമം സർവലക്ഷണ ലക്ഷണ്യ. ഏത് ലക്ഷണപ്രകാരവും അഥവാ ഏത് പ്രമാണപ്രകാരവും നമുക്ക് അറിയാവുന്നവൻ എന്നർത്ഥമാണ് ഇവിടെ പറയുന്നത്. മുമ്പ് പറഞ്ഞു, സാധാരണ പ്രമാണങ്ങളെ കൊണ്ട് ഭഗവാനെ അറിയാൻ സാധിക്കില്ല എന്ന്. എന്നാൽ ഇവിടെ മറ്റൊരു രീതിയിലാണ് അർത്ഥം എടുക്കേണ്ടത്. അതായത് യോഗികളെ സംബന്ധിച്ച് എല്ലാ പ്രമാണങ്ങളും അവർക്കാരാണ്? ഭഗവാനാണ്. ഭഗവാൻ അവർക്ക് പ്രത്യക്ഷ പ്രമാണമാണ്, പ്രത്യക്ഷമായിട്ട് കാണാം. അപ്പോൾ അവിടെ പ്രത്യക്ഷ പ്രമാണത്തിലൂടെ അവർ ഭഗവാനെ കാണുന്നു. ഇനി അനുമാനം, അവർ പറയുന്നത് കേട്ട് മറ്റുള്ളവർക്ക് അനുമാനിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഏകദേശം. കാരണം നമ്മൾ ഇപ്പോൾ കാണുന്ന ഭഗവാന്റെ ആ ചിത്രങ്ങളൊക്കെ എങ്ങനെ കിട്ടിയതാണ്? ഭഗവാനെ നേരിൽ കണ്ട ഋഷിമാർ അവർ വർണ്ണിച്ചിരിക്കുന്നു, അല്ലെ? രാമായണത്തിൽ ശ്രീരാമചന്ദ്രനെ വർണ്ണിച്ചിരിക്കുന്നു, ഭാഗവതത്തിലൊക്കെ മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണനെയും വർണ്ണിച്ചിരിക്കുന്നു. അങ്ങനെ ചിത്രകാരന്മാർ അത് തങ്ങളുടേതായ ഭാവനയിൽ ഒരു അനുമാനത്തിൽ അങ്ങനെ വരക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അനുമാന പ്രമാണത്തിലൂടെ ഭഗവാനെ അറിയാൻ സാധിക്കുന്നു. ഇനി ഉപമാനം, ഭഗവാന്റെ നിറം ഏതുപോലെയാണെന്നതിന് അവർ ഉപമിക്കുന്നത് കാർമേഘവർണ്ണനാണ്, കായാമ്പ് വർണ്ണനാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഉപമയിലൂടെ ഭഗവാനെ അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ അത് പറയുന്നത് അറിഞ്ഞവരിൽ നിന്ന് സാധാരണക്കാരന് ഈ പറയുന്ന പ്രമാണങ്ങളിലൂടെ ഭഗവാനെ അറിയാം എന്നതിനാൽ സർവലക്ഷണ ലക്ഷണ്യ. 361 നാമം ലക്ഷ്മിവാൻ. സദാ ലക്ഷ്മി തന്നോടത്ത് വസിക്കുന്നു എന്നതിനാൽ ഭഗവാൻ ലക്ഷ്മിവാൻ. 362 നാമം സമിതിജ്ഞയ. സമിതിയെ യുദ്ധത്തിൽ ജയിക്കുന്നു എന്നതിനാൽ സമിതിജ്ഞയ. ഹരി ഓം.